പൊന്നാനിയിലെ കർമ്മ റോഡ്. ഈ റോഡിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മളെ ദിവസവും കാത്തിരിക്കുന്നത്. കർമ്മ റോഡിലെ ബോട്ടിങ്, അതുപോലെ മറ്റു പല കാര്യങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പൊന്നാനി കർമ്മ റോഡിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ പുഴയോരത്ത് നമ്മുടെ ലാഞ്ചി എന്ന പേരിൽ ബാബു പടിയത്തിൻ്റെ ചിത്ര പ്രദർശനം വളരെ കെങ്കേമമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത നല്ല രസമുള്ള ഒട്ടനവധി ചിത്രങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ ചിത്ര പ്രദർശനവും ഒപ്പം ബാബു പടിയത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടുവരാം. ബാബുട്ടാ, നമസ്കാരം. ചിത്ര പ്രദർശനമൊക്കെ ഇവരൊക്കെ ചങ്ങായിമാർ കാണാൻ ആസ്വാദകരൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. സാധാരണ ഇപ്പൊ എന്നെ ലൈവായിട്ട് വരച്ചപ്പോ വരച്ചു ലൈവായിട്ട് എന്റെ ചിത്രം വരച്ച് ഏതൊക്കെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓരോ ചിത്രങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയും. ഈ ചിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അക്രലിക്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പെൻസിലുണ്ട്, ഈ കളർ പെൻസിലുണ്ട്, വാട്ടർ കളറ്, അങ്ങനെയുള്ള കളറുകൾ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇതിപ്പോ ഒരുപാട് കാലം എടുത്ത് വരച്ച ചിത്രങ്ങളും പിന്നെ റീസെന്റ് ആയിട്ട് വരച്ച ചിത്രങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ? ഈ എന്റെ തൊഴിൽ എന്ന് പറഞ്ഞാല് ആർട്ട് എന്ന് വെച്ചാൽ പരസ്യകലകളാണ്. ചുമരെഴുത്ത്, ബാനർ എഴുത്ത്. അതിനിടയിൽ നമുക്ക് വരയ്ക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. പിന്നെ ഈ കൊറോണ കാലം വന്നപ്പോഴാണ് കുറെ ആളുകളിലൂടെ ഞാനും ഇതിലൊരു ഭാഗമാണ്. 25 വർഷം മുമ്പ് വരച്ച ചിത്രമൊക്കെ ഇതിനകത്തുണ്ട്. 25 വർഷം മുമ്പ് വരച്ച ചിത്രം വരെ. അപ്പൊ അങ്ങനെ പോണു. മൊത്തം എത്ര മൊത്തം ഒരു 70 ചിത്രങ്ങളോളം ഇവിടെ ഉണ്ട്. ഇനിയും ചിത്രങ്ങൾ അത് ഉണ്ട്. ബാബുട്ടാ, അപ്പൊ ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനം നടത്തണമെന്ന് എപ്പോഴാ തോന്നിയത്? ആരെങ്കിലും സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്താണോ അതോ ബാബുട്ടന്റെ ഒരു സ്വപ്നമായിരുന്നു അത്? എന്റെ സ്വപ്നങ്ങളൊക്കെ ആണ് ഇങ്ങനെ നടക്കാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നടത്താനുണ്ടായൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ പുരോഗമന കലാസാഹിത്യ സംഘമാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കുട്ടിക്കാലം മുതലേ ഇതുപോലുള്ള ഈ ഇടത് സംഘടനകളിലും പുരോഗമന സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടി ആയതിൻ്റെ പേരിൽ മാത്രമാണ് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞത്. കാരണം പല ഇതിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ ഞാൻ വരയ്ക്കുന്നത് കണ്ട് എൻ്റെ ചുമരെഴുതാനും ചിത്രം വരയ്ക്കാനൊക്കെ കൊണ്ടുപോകും ഈ എൻ്റെ സംഘടനകൾ. എൻ്റെ ചിലപ്പോൾ ഇത് കണ്ടാലേ കുറേ ചിത്രങ്ങൾ ഞാൻ നോക്കി ഇങ്ങനെ കാണുന്ന ചിത്രങ്ങൾ, ഒരു ഫോട്ടോസ് കണ്ടാലും ചിലത് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കൊണ്ടൊക്കെ ചെയ്യും. ഇതിൽ എല്ലാ ചിത്രങ്ങളും ഒരു വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുള്ളത് ഈ പട്ടിക കഷ്ണത്തിൽ വരച്ചത് എങ്ങനെയാണ് ആ ഒരു ഐഡിയ വന്നത്? അല്ല, ആ ഐഡിയ വന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് ചിത്രങ്ങൾ ഇപ്പോൾ ഈ അക്രിലിക്കൊക്കെ ഞാൻ ഇപ്പോൾ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അപ്പോൾ അത് എല്ലാം ഇതിലും വരയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു മീഡിയയാണത്. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് അപ്പോൾ വീട്ടിൽ കുറച്ച് ഇതുപോലുള്ള സാധനം ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊന്ന് വരച്ച് നോക്കാം എന്ന് തോന്നിയപ്പോഴാണ് കുറച്ചൊരു മാറ്റം വരുത്തിക്കൊണ്ട് കുറച്ച് ചിത്രങ്ങൾ ചെയ്തത്. പിന്നെ നമ്മുടെ കുറെ നാട്ടിൻപുറത്തെ നാടൻ ശൈലിയിലുള്ള കുറെ ചിത്രങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ കുറെ എന്താ പറയാ നമ്മുടെ കടലോരം, നമ്മുടെ പൊന്നാനിയും കൂടി ഓർത്തെടുക്കുന്ന കുറെ ചിത്രങ്ങളുണ്ടല്ലേ? അതെ, അതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ വീട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് മെറ്റീരിയലാണ്. അതിൽ അത് വാങ്ങിച്ചല്ല, വീട്ടിലിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് പലക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിന് കടലും നമ്മൾ കാണുന്ന കുറേ സാധനങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ ഇതിനോടൊക്കെ അഭിനയിച്ചു, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. അതൊക്കെ ശരിക്ക് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അപ്പം കലാജീവിതത്തെ കുറിച്ചുള്ള ഒരു അനുഭവം അതാണ് ഞാൻ പറഞ്ഞത്. ഈ അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലം മുതൽ തന്നെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വരയ്ക്കാൻ ഇഷ്ടമാണ്, നാടകങ്ങളൊക്കെ പൊതുപ്രവർത്തനങ്ങളിൽ നിൽക്കാൻ ഇഷ്ടമാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇഷ്ടം. എന്നെ അറിയാവുന്നവർക്കൊക്കെ എന്നെ അറിയാം എങ്ങനെയാന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം. ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണ്? ഞാൻ അങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കുറേ ചിത്രങ്ങളുണ്ട്. അങ്ങനെ വരയ്ക്കാമെന്നൊക്കെ ആഗ്രഹമുള്ള കുറച്ച് ഇതുപോലുള്ള കുറേ ചിത്രങ്ങളും ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ട് ചിത്രങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ വരയ്ക്കണം എന്നൊക്കെയാണ് ഇഷ്ടം. കാരണം ഇങ്ങനെ ഒരു അവസരം നിന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടായത്. ഇങ്ങനെ അതുപോലെ നമ്മളുടെ എന്നെപ്പോലെ തന്നെ എന്നെക്കാളും നല്ല കഴിവുള്ള എൻ്റെ ഒരുപാട് കലാകാരന്മാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്. അവരും ഇതുപോലെ മുന്നിലേക്ക് വരണം. പക്ഷെ എനിക്കിഷ്ടം ഒന്നുകൂടെ കൂടെ കളപ്പണിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഒരുപാട് നേരം ഇരുന്ന് നമുക്കൊരു വളരെ ആത്മതൃപ്തി കിട്ടുന്ന ഒരു ചിത്രമാണ് ഈ ആനയൊക്കെ വരച്ച്, ഈ ആനകളും ഈ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഭയങ്കരമാണ്. അപ്പം ഒരുപാട് ചിത്രങ്ങൾ വളരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒത്തിരി ചിത്രങ്ങൾ, ഇനിയും ചിത്രങ്ങൾ കാണാനാവട്ടെ, ഒരുപാട് സിനിമകളിൽ പാവട്ടനെ കാണാൻ പറ്റട്ടെ. അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ ചിത്രം കാണാൻ ഇത്ര ദിവസം ഇന്നലെ വരെ ഇന്നും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വരും. ഇനി നാളെ എൻ്റെ അവസാനത്തെ ചിത്രപ്രദർശനം. അതുപോലെ പൊന്നാനിയിലെ ആളുകളുടെ കലാകാരന്മാരുടെ ഒരു വലിയ സംഘമാണ് കാരണം നാളെ നടക്കുന്നത്. കാരണം പാട്ടുകാരുടെ പാട്ട് അത്രയൊക്കെ ഭയങ്കര മനോഹരമായ ഒരു പ്രോഗ്രാമാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ എല്ലാവരും എൻ്റെ ചിത്രങ്ങൾ കാണാനും ഈ കലാകാരന്മാരുടെ ഈ പാട്ടുകൾ കേൾക്കാനും നാളെ എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും വരണം. സന്തോഷത്തോടെ നന്ദി പറയാണ്.